നമസ്കാരം, TCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. തൃശൂരിലെ ഓണാഘോഷത്തിന്റെ പരിസമാപ്തി കുറിച്ച് നഗരത്തെ ആവേശലഹരിയിലാക്കി പുലിക്കളി അരങ്ങേറി. പുലിമട വിട്ട് നഗരത്തിലിറങ്ങിയ പുലിക്കൂട്ടങ്ങൾ നഗരം വിറപ്പിച്ചു. ദൃശ്യവിരുന്നൊരുക്കി നിശ്ചല ദൃശ്യങ്ങളും. PG പോലീസ് സ്റ്റേഷൻ മർദ്ദനം. SI ആയിരുന്ന PM രതീഷിനെ സസ്പെൻഡ് ചെയ്തേക്കും. ദക്ഷിണ മേഖല IG കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 2 ടേം നിബന്ധന കർശനമായി പാലിക്കുമെന്ന് CPI. 2 തവണ MLA ആയവർക്ക് മൂന്നാമത് അവസരം നൽകില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. K രാജന് മത്സരിക്കാൻ സാധിച്ചേക്കില്ല. സംസ്ഥാന സർക്കാരിന്റെ അധ്യാപക അവാർഡുകൾ പ്രഖ്യാപിച്ചു. തൃശൂരിന് മികച്ച നേട്ടം. തൃശൂർ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് സ്കൂളിലെ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ വിൻസി വർഗീസ്, കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ M സുധീർ എന്നിവർ അവാർഡിന് അർഹരായി. തൃപ്രയാറിൽ പാഴ്സൽ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. കുത്താമ്പുള്ളിയിൽ കാർ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പെരിഞ്ഞനത്ത് അപകടകരമായ രീതിയിൽ ടാറിംഗ് മെഷീൻ കൊണ്ടുപോയിരുന്ന ട്രെയിലർ ലോറി ഇടിച്ച് കാർ യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്കേറ്റു. പാലപ്പള്ളി നടാംപാടത്ത് പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. നടാംപാടം വൈദ്യൻ വാക്കുട്ടിയുടെ പശുക്കുട്ടിയെയാണ് പുലി പിടിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. പുലിക്കൊട്ടും പുലിച്ചുവടുകളുമായി പൂരനഗരയെ ആവേശലഹരിയിലാഴ്ത്തി പുലിക്കളി അരങ്ങേറി. സ്വരാജ് റൗണ്ടിന് ഇരുവശവും തിങ്ങി നിറഞ്ഞ് പുരുഷാരം. തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നാലോണ നാളായ തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 4:50 തെക്കേ ഗോപുരനടയിൽ വെളിയന്നൂർ ദേശം പുലിക്കളി സംഘത്തിന് മുൻപിൽ റവന്യൂ മന്ത്രി K രാജൻ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചതോടെ നഗരത്തെ ആവേശത്തിൽ ആറാടിച്ചുകൊണ്ട് പുലിക്കളി സംഘങ്ങൾ സ്വരാജ് റൗണ്ടിൽ പ്രവേശിച്ചു. പുലിക്കൊട്ടിൻ താളത്തിൽ അരമണിക്കിലേക്കുള്ള പുലിച്ചുവടുകൾ പുരുഷാരം നെഞ്ചേറ്റി. ഫ്ളാഗ് ഓഫിനെ തുടർന്ന് നടുവിലാലിലും നായ്ക്കനാലിലും ബിനി ജംഗ്ഷനിലും കാത്തുനിന്നിരുന്ന ശങ്കരൻകുളങ്ങര, നായ്ക്കനാൽ, പാട്ടുരായ്ക്കൽ, കുട്ടൻകുളങ്ങര, വിയൂർ യുവജന സംഘം എന്നീ പുലിക്കളി സംഘങ്ങൾ സ്വരാജ് റൗണ്ടിൽ പ്രവേശിച്ചത് അനന്തമായ കാത്തുനിൽപ്പ് ഒഴിവാക്കി ആവേശം ചോരാതെ പുലിക്കളി ആസ്വദിക്കാൻ കാണികൾക്ക് അവസരമൊരുക്കി. തുടർന്ന് സീതാറാം ദേശം, അയ്യന്തോൾ, ചക്കാമുക്ക് ദേശങ്ങളും സ്വരാജ് റൗണ്ടിലെത്തി. കോർപ്പറേഷന്റെ ലഹരി വിരുദ്ധ സന്ദേശവുമായുള്ള ടേബിളോയ്ക്ക് പുറമെ 9 സംഘത്തിനും ഹരിതവണ്ടി, പ്ലോട്ട്, പുലിവണ്ടി എന്നിവയും 35 മുതൽ 51 വരെ എണ്ണം പുലികളും ഉണ്ടായിരുന്നു. നേരം ഇരുട്ടിയതോടെ നിശ്ചല ദൃശ്യങ്ങളും ഹരിതവണ്ടിയും പുലിവണ്ടിയും ദീപാലങ്കാരത്താൽ കാണികൾക്ക് മനോഹര കാഴ്ച സമ്മാനിക്കുന്നതായി. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 10,000ങ്ങൾ പുലിക്കളി ആസ്വദിക്കാനെത്തി. തൃശൂർ കോർപ്പറേഷന്റെ സംഘാടന മികവും പോലീസ് സേനയുടെ സുരക്ഷാ പാലനവും പുലിക്കളി മഹോത്സവത്തിന്റെ ആസ്വാദനം മികവാർന്നതാക്കി. TCV തൃശൂർ. തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നാലോണ നാളിൽ തൃശൂർ നഗരത്തിൽ അരങ്ങേറിയ പുലിക്കളി മഹോത്സവത്തിന് അകമ്പടിയായി അണിനിരന്ന ദൃശ്യങ്ങൾ കാണികൾക്ക് അപൂർവ ദൃശ്യവിരുന്നായി. വൈവിധ്യമാർന്ന ടാബ്ലോയിൽ മീൻ പുലി വരെ ഇടം പിടിച്ചു. നഗരം കീഴടക്കാനിറങ്ങുന്ന പുലിക്കളി സംഘത്തിനൊപ്പമുള്ള പുലിവണ്ടിയിലാണ് പുതുപുത്തൻ പരീക്ഷണങ്ങളുമായി ഓരോ ദേശവും ദൃശ്യചാരുത ഒരുക്കിയത്. പുലിക്കളിയുടെ ചരിത്രത്തിൽ ആദ്യമായി അവതരിപ്പിച്ച ഡിജിറ്റൽ 3D പുലിവണ്ടിയും മീൻപുലിയുമെല്ലാം കാഴ്ചക്കാർക്ക് ദൃശ്യവിരുന്നായി മാറി. ജീവൻ തുളുമ്പുന്നതായിരുന്നു ഓരോ പുലിക്കളി സംഘത്തിന്റെയും ടാബ്ലോകൾ. ആകാശപാത, പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾ, മതസൗഹാർദ്ദം വിളിച്ചോതുന്ന ടാബ്ലോകൾ, ലഹരിവിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന കോർപ്പറേഷന്റേതുൾപ്പെടെയുള്ള ടാബ്ലോ, മാലിന്യമുക്ത ലഹരിമുക്ത കേരളം എന്ന സന്ദേശം നൽകുന്ന ടാബ്ലോകൾ തുടങ്ങിയവ കാഴ്ചക്കാർക്ക് ദൃശ്യവിരുന്നായി മാറി. ന്യൂസ് ഡെസ്ക് TCV.
തൃശൂർ നഗരം കീഴടക്കാനിറങ്ങിയ പുലിക്കളി മഹോത്സവത്തിന് തൃശൂർ സ്വരാജ് റൌണ്ടിൽ മന്ത്രി കെ രാജനും കോർപ്പറേഷന്റെ ലഹരി വിരുദ്ധ ടാബ്ലോ മേയർ എം കെ വർഗീസും ഫ്ളാഗ് ഓഫ് ചെയ്തു. എംഒ റോഡിലൂടെ എത്തിയ വെളിയന്നൂർ ദേശം പുലിക്കളിയാണ് തൃശൂർ സ്വരാജ് റൌണ്ടിൽ തെക്കേ ഗോപുര നടയിൽ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത്. ചടങ്ങിൽ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, കോർപ്പറേഷൻ കൌൺസിലർമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഓരോ ദേശത്തെയും പോലീസ് സംഘങ്ങൾ വിവിധ സ്ഥലങ്ങളിലൂടെ റൌണ്ടിൽ പ്രവേശിച്ചു. ബിനി ജംഗ്ഷൻ വഴി കുട്ടൻകുളങ്ങര ദേശവും കല്യാൺ ജ്വല്ലേഴ്സിന് സമീപത്തുള്ള വഴിയിലൂടെ വിയൂർ യുവജന സംഘവും, നടുവിനാൽ ജംഗ്ഷൻ വഴി ശങ്കരൻകുളങ്ങര ദേശം, അയ്യന്തോൾ ദേശം, ചക്കാമുക്ക് ദേശം, സീതാറാമിൽ ദേശം എന്നീ 4 ടീമുകളും നായ്ക്കനാൽ ജംഗ്ഷൻ വഴി നായ്ക്കനാൽ ദേശവും പാട്ടുരായ്ക്കൽ ദേശവും സ്വരാജ് റൌണ്ടിൽ പ്രവേശിച്ചു. അൻപതാം വർഷവും പുലിക്കളിയിൽ മേളമൊരുക്കി പൊന്നപ്പൻ. പ്രായം 72 പിന്നിട്ടിട്ടും പുലിക്കളിയുടെ ആവേശം ഒട്ടും ചോരാതെയാണ് അവണൂർ സ്വദേശിയായ പൊന്നപ്പൻ പുലിക്കളി ചെണ്ടമേളത്തിന്റെ അമരക്കാരനാകുന്നത്. 14 വയസ്സ് മുതലാണ് പൊന്നപ്പൻ പുലിക്കൊട്ടിൽ പങ്കെടുക്കുന്നത്. നായ്ക്കനാൽ ദേശത്തിനു വേണ്ടിയാണ് ഇത്തവണ പൊന്നപ്പൻ മേളത്തിനിറങ്ങിയത്. പതിനാല് വയസ്സിലാണ് അച്ഛൻ എനിക്ക് ഈ ആയുധം തന്നത്. അവിടുന്ന് അങ്ങോട്ട് മേളമായി. പിന്നെ അച്ഛനാണ് ഗുരുനാഥൻ പഠിപ്പിച്ചു തന്നത് എല്ലാം. പിന്നെ ചെറിയച്ഛനും പിന്നെ നമുക്ക് പൂരങ്ങൾക്ക് വേറെ മേളമാണല്ലോ, അത് ഇപ്പൊ ഇതിലേക്ക് കൊള്ളില്ലേ. അപ്പൊ ഇതിന്റെ താളം ഇതിങ്ങനെ പതികാലം, ഇടകാലം, പിന്നെ ധൃതികാലം, അങ്ങനെ 3 കാലമാണ്. അത് നമ്മൾ പറയുന്നതാണ്. അങ്ങനെയാ. ഇത്തവണയും പുലിവേഷമണിയാൻ ചാലക്കുടിയിൽ നിന്ന് നിമിഷയെത്തി. 3ാം ഊഴത്തിന്റെ ആവേശത്തിമിർപ്പിലാണ് ഈ പെൺപുലി. പൂങ്കുന്നം സീതാറാം പുലിക്കളി സംഘത്തിനൊപ്പമാണ് നിമിഷ പുലിവേഷവും പുലിച്ചുവടുവുമായി എത്തുന്നത്. പുലിവേഷമണിയാൻ ആദ്യ തവണ തോന്നിയ ബുദ്ധിമുട്ട് ഇപ്പോഴില്ലെന്നും ഓരോ തവണ കഴിയുമ്പോഴും ആവേശം 10 മടങ്ങ് വർദ്ധിക്കുകയാണെന്നും നിമിഷ പറഞ്ഞു. വനിതകൾ എല്ലാ രംഗത്തേക്കും കടന്നു വരുന്നതിന് തന്റെ പുലിവേഷം പ്രചോദനമാകുമെന്നാണ് പ്രതീക്ഷയെന്നും നിമിഷ ബിജോ TCVയോട് പറഞ്ഞു. ആദ്യം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പൊ സെറ്റാണ്. പിന്നെ ഇപ്പൊ എല്ലാ വർഷവും ഇവരെന്നെ ഇറക്കി വിടുന്നോടം വരെ ഞാൻ ഉണ്ടാവും ഇവരുടെ കൂടെ. പൊതുവേ ലേഡീസ് ഭയങ്കര കുറവാണ് പുലി കളിക്കാനായിട്ട്. എല്ലാവരും ലേഡീസ് കൂടുതൽ വരാം. എല്ലാ മേഖലയിലും ലേഡീസ് മിന്നി പറയട്ടെ, അതിനൊരു പ്രചോദനം തന്നെ ആവട്ടെ. ഞാൻ നെഗറ്റീവ് കമന്റുകളൊക്കെ എല്ലാവരെയും എല്ലാം പോസിറ്റീവായിട്ട് മാറ്റി നമ്മൾ കുതിച്ചു കയറാം. പുലിക്കളിയിൽ ആവേശം പകരാൻ ഇത്തവണയും ദക്ഷയെത്തി. എരുമപ്പെട്ടി സ്വദേശി വീരത്ത് മുകേഷ് സ്വാതി ദമ്പതികളുടെ മകളായ ദക്ഷ യാതൊരു മടിയും കൂടാതെ പുലിവേഷം കെട്ടാനെത്തി. ഇത്തവണ വെളിയന്നൂർ ദേശത്തിനു വേണ്ടിയാണ് ദക്ഷ പുലിവേഷം അണിഞ്ഞത്. എരുമപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ കൊച്ചുമിടുക്കി. പുലി ഒരുക്കം കണ്ടറിയാൻ സീതാറാം പുലിക്കളി സംഘത്തിന്റെ പുലിമട സന്ദർശിച്ച് വിദേശ പ്രതിനിധി സംഘം. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ ഭാഗമായി അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന റെസ്പോൺസിബിൾ ടൂറിസം പ്രചാരകരായ 12 അംഗ സംഘമാണ് സീതാറാം പുലിക്കളി സംഘത്തിന്റെ പൂങ്കുന്നത്തുള്ള പുലിമട സന്ദർശിച്ചത്. സംഘം പുലിക്കളി കണ്ടതിനു ശേഷമാണ് തിരിച്ചുപോയത്. കേരളത്തിന്റെ സാംസ്കാരിക തനിമയും തനത് ആഘോഷങ്ങളും നേരിൽ കണ്ടറിയാനും അവരവരുടെ രാജ്യത്ത് പ്രചാരം നൽകാനുമാണ് സന്ദർശനം ലക്ഷ്യമിടുന്നതെന്ന് കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം CEO കെ രൂപേഷ് കുമാർ TCVയോട് പറഞ്ഞു. ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ PM മുഹമ്മദ് റിയാസിന്റെ പ്രഖ്യാപനമനുസരിച്ച് കേരളത്തിലെ ഓണം ഉൾപ്പെടെയുള്ള പുലികൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ലോക ടൂറിസത്തിൽ പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കുന്ന കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ്. എനിക്കൊപ്പമുള്ളത് ലോകത്തെ 10 രാജ്യങ്ങളിൽ നിന്നുള്ള, ഇന്ത്യ ഉൾപ്പെടെയുള്ള 11 രാജ്യങ്ങളിൽ നിന്നുള്ള റെസ്പോൺസിബിൾ ടൂറിസം ലീഡേഴ്സാണ്. ഇതിൽ പലരും ലോകത്തെ പ്രധാനപ്പെട്ട വിമൻ ടൂർ ഓപ്പറേറ്റർമാരാണ്, കൾച്ചറൽ ടൂറിസം ഓപ്പറേറ്റർമാരാണ്. അവർ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലെ ഓണം എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം ഇന്ന് പുലികളി കാണാൻ വേണ്ടി മാത്രമായി ഇവിടെ എത്തിയിട്ടുള്ളതാണ്. നമ്മൾ ഈ തരത്തിലൊരു പ്രധാനപ്പെട്ട പ്രോഗ്രാം കൊണ്ടുവരുന്നത് ലോക ടൂറിസം ആപ്പിൽ കേരളത്തിൻ്റെ കൾച്ചറിനെ അടയാളപ്പെടുത്തുക, കൾച്ചറൽ ടൂറിസം ആരംഭിക്കുക എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. തൃശൂർ നഗരത്തിൽ സ്ഥാപിച്ച ബോർഡുകൾ എടുത്തുമാറ്റിയതിൽ BJP പ്രതിഷേധിച്ചു. പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഫണ്ട് ലഭ്യമാക്കിയതിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ അഭിവാദ്യം ചെയ്ത് സ്ഥാപിച്ച ഫ്ലെക്സുകളാണ് കോർപ്പറേഷൻ അധികൃതർ എടുത്തുമാറ്റിയത്. BJP പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ബോർഡുകൾ പുനഃസ്ഥാപിച്ചു.
പീച്ചിയിലെ പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ SIയെ സസ്പെൻഡ് ചെയ്തേക്കും. SI ആയിരുന്ന PM രതീഷിനെ പ്രാഥമികമായി സസ്പെൻഡ് ചെയ്യാനാണ് പോലീസ് നീക്കം. ദക്ഷിണ മേഖല IG-യുടെ പക്കലുള്ള റിപ്പോർട്ടിൽ വേഗത്തിൽ നടപടിയെടുക്കാൻ DGP നിർദ്ദേശം നൽകി. നടപടികളുടെ ഭാഗമായി PM രതീഷിന് ദക്ഷിണ മേഖല IG കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. പുറത്തുവന്ന മർദ്ദന ദൃശ്യങ്ങൾ തെളിവായി ഉൾപ്പെടുത്തി സസ്പെൻഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുകയാണ്. നിലവിൽ കൊച്ചി കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെ CIയാണ് PM രതീഷ്. പീച്ചിയിലെ ഹോട്ടലിൽ നടന്ന സംഘർഷത്തിന് പിന്നാലെയാണ് ഹോട്ടൽ ഉടമയുടെ മകനെയും ജീവനക്കാരനെയും പീച്ചി SI രതീഷ് കസ്റ്റഡിയിലെടുത്തത്. കേസ് ഒത്തുതീർപ്പാക്കുന്നതിനായി SI 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും 3 ലക്ഷം പോലീസുകാർക്കും 2 ലക്ഷം പരാതിക്കാരനായി ദിനേശിനും നൽകാൻ ആവശ്യപ്പെട്ടതായും ഹോട്ടൽ ഉടമ ഔസേപ്പ് പറയുന്നു. പോക്സോ കുറ്റം ചുമത്തി മകനെ അറസ്റ്റ് ചെയ്യും എന്ന് SI ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും ഔസേപ്പ് പരാതിയിൽ ചൂണ്ടിക്കാട്ടി. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെതിരെ AICC അംഗം അനിൽ അക്കര DGPക്ക് പരാതി നൽകി. സിറ്റി പോലീസിന്റെ പരിധിയിലുള്ള കുന്നംകുളം പീച്ചി സ്റ്റേഷനുകളിലുണ്ടായ കസ്റ്റഡി മർദ്ദനങ്ങൾ അങ്കിത് അശോകൻ കമ്മീഷണറായ കാലഘട്ടത്തിലാണ് നടന്നത്. ഇത് സംബന്ധിച്ച പരാതികൾ ലഭിച്ചിട്ടും അന്ന് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകൻ നടപടിയെടുത്തില്ലെന്ന് പരാതിയിൽ പറയുന്നു. തൃശൂർ പൂരം കലക്കൽ വിഷയത്തിലും ഇദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്നുവെന്നും എന്നാൽ ഒരു നടപടിയും കമ്മീഷണർക്കെതിരെ ഉണ്ടായില്ലെന്നും അനിലക്കര പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ സിറ്റി പോലീസ് സ്റ്റേഷനുകളിലെ പ്രശ്നങ്ങളിൽ കമ്മീഷണർക്ക് ലഭിച്ച പരാതികളിൽ സ്വീകരിച്ചിട്ടുള്ള മുഴുവൻ ഫയലുകളും പരിശോധിക്കണമെന്നും DGPക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. പഴയന്നൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വച്ച് അതിക്രൂരമായി മർദ്ദിച്ച സംഘത്തിലുണ്ടായിരുന്ന നിലവിൽ VEOയായി ജോലി ചെയ്തുവരുന്ന സുഹൈറിനെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ബലപ്രയോഗത്തിനിടയാക്കി. മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ പിടിച്ചുമാറ്റിയത്. പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PC മനോജ്, CC ശ്രീകുമാർ, DCC സെക്രട്ടറിമാരായ TM കൃഷ്ണൻ, TA രാധാകൃഷ്ണൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. പറയാൻ പറ്റില്ല, അങ്ങനെയുള്ള ചെറ്റകൾ ഈ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ ഈ പ്രസ്ഥാനത്തിന്റെ ആരെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ അത് കേരള പോലീസിന്റെ മുഴുവൻ മാനക്കേടായി മാറിയിരിക്കും. അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് ഓഫീസിന്റെ ഉള്ളിൽ സുഖേ എന്നൊരുത്തൻ ജോലി ചെയ്യുന്നു. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 2 ടേം നിബന്ധന കർശനമായി പാലിക്കുമെന്ന് CPI. 2 തവണ MLA ആയവർക്ക് മൂന്നാമത് അവസരം നൽകില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇളവ് നൽകിയത് പ്രത്യേക സാഹചര്യത്തിലാണെന്നും ഇത്തവണ നിബന്ധന കർശനമായി പാലിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPI സംസ്ഥാന സമ്മേളനം മറ്റന്നാൾ ആലപ്പുഴയിൽ ആരംഭിക്കാനിരിക്കെയാണ് സംസ്ഥാന സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയത്. രണ്ട് ടേം നിബന്ധന CPI കർശനമാക്കിയാൽ റവന്യൂ മന്ത്രി K രാജന് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല. K രാജൻ 2 തവണയായി ഒല്ലൂരിൽ നിന്ന് മത്സരിച്ചതാണ്. നിലവിൽ നിയമസഭയിലുള്ള 16 CPI MLA-മാരിൽ 10 പേർക്ക് നിബന്ധന പ്രകാരം മത്സരിക്കാനാകില്ല. മന്ത്രിസഭയിലുള്ള ചിഞ്ചു റാണി, പ്രസാദ്, അനിൽ എന്നിവർക്ക് മത്സരിക്കാനാകും. തൃശൂർ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് സ്കൂൾ വീണ്ടും അവാർഡ് തിളക്കത്തിൽ. 18 വർഷത്തിനു ശേഷം സംസ്ഥാന സർക്കാരിന്റെ മികച്ച ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയ്ക്കുള്ള അവാർഡ് സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ വിൻസി വർഗീസിനെ തേടിയെത്തി. സംസ്ഥാന സർക്കാരിന്റെ 2025-26 വർഷത്തെ മികച്ച അധ്യാപകയ്ക്കുള്ള അവാർഡാണ് തൃശൂർ സേക്രഡ് ഹാർട്ട് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപിക സിസ്റ്റർ ആഗ്നസ് എന്ന വിൻസി വർഗീസിനെ തേടിയെത്തിയത്. ഇതിനു മുൻപ് 3 പേർ നാഷണൽ അവാർഡിനും ഒരാൾ സ്റ്റേറ്റ് അവാർഡിനും അർഹരായിട്ടുണ്ടെങ്കിലും 18 വർഷം നീണ്ട കാലയളവിന് ശേഷം ഇതാദ്യമായാണ് വീണ്ടും മികച്ച അധ്യാപകയ്ക്കുള്ള അവാർഡ് സ്കൂളിനെ തേടിയെത്തുന്നത്. കഴിഞ്ഞ 5 വർഷമായി സേക്രഡ് ഹാർട്ട് സ്കൂളിലെ പ്രധാന അധ്യാപികയായി സേവനം അനുഷ്ഠിച്ചു വരികയാണ് നടത്തറ വീരാത്ത് പരേതനായ വർഗീസ് മേരി ദമ്പതികളുടെ മകളായ സിസ്റ്റർ വിൻസി വർഗീസ്. ഈ അവാർഡ് ദൈവനിയോഗമായി കരുതുന്നതായും പല മേഖലകളിലും സ്കൂളിന് മികവാർന്ന പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ടുണ്ടെന്നും സ്കൂൾ മാനേജ്മെന്റിനോടും കുട്ടികളോടും ഈ അവാർഡ് തന്ന സംസ്ഥാന സർക്കാരിനോടടക്കം എല്ലാവരോടും നന്ദി പറയുന്നതായും പ്രധാന അധ്യാപിക സിസ്റ്റർ വിൻസി വർഗീസ് പറഞ്ഞു. ഒരു ദൈവനിയോഗമായിട്ടാണ് ഇതെനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ വിദ്യാലയത്തിൽ എനിക്ക് മുൻപേയുള്ള
മുൻ സാരഥികൾ 3 പേര് നാഷണൽ അവാർഡ് വിന്നേഴ്സാണ്. പിന്നെ ഒരാൾ സ്റ്റേറ്റ് അവാർഡ് വിന്നറുമാണ്. അപ്പോൾ നമ്മുടെ വിദ്യാലയം ഈ പ്രദേശത്തുള്ള ഇതിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വിദ്യാലയം പലതിലും മികവാർന്ന രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കാറുണ്ട്. ഇപ്പോൾ ഒരു 18ഓളം വർഷമായി ഇങ്ങനെ ഒരു സംസ്ഥാന അധ്യാപക അവാർഡിന് അപേക്ഷിച്ചിട്ടുമൊക്കെ. അപ്പോൾ പലരും പറയുകയും എൻ്റെ സ്റ്റാഫും PTA മെമ്പേഴ്സ് എല്ലാവരും നിർബന്ധിച്ചിട്ടാണ് ഇങ്ങനെ ഒരു അവാർഡിന് കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ അതൊരു ദൈവനിയോഗമായിട്ട് തന്നെ എന്നിലേക്ക് എത്തിച്ചേർന്നു. 18 വർഷം അധ്യാപികയായി മഹാരാഷ്ട്ര, കണ്ടശാം കടവ്, ഒല്ലൂർ എന്നിവിടങ്ങളിൽ പഠിപ്പിച്ച ശേഷമാണ് സിസ്റ്റർ സേക്രഡ് ഹാർട്ട് സ്കൂളിന്റെ സാരഥ്യം ഏറ്റെടുക്കുന്നത്. പാഠ്യേതര രംഗത്തെ മികച്ച പ്രവർത്തനത്തിന്റെയും മാതൃകാ ക്ലാസ് അവതരണത്തിന്റെയും അഭിമുഖം എന്നിവയിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവാർഡിനായി തെരഞ്ഞെടുത്തത്. ഈ മാസം 10 തിരുവനന്തപുരത്ത് ടാഗോർ തിയേറ്ററിൽ ഉച്ചയ്ക്ക് 2 നടക്കുന്ന ചടങ്ങിൽ അവാർഡ് ഏറ്റുവാങ്ങും. അയ്യന്തോൾ TUPST GVHSലെ അധ്യാപകൻ സൈജനും അധ്യാപിക അവാർഡിന് അർഹനായിട്ടുണ്ട്. അവാർഡ് ലഭിച്ചതറിഞ്ഞ് PTA ഭാരവാഹികളും അധ്യാപകരും വിദ്യാർത്ഥികളും മാനേജ്മെന്റും ചേർന്ന് അധ്യാപകയ്ക്ക് പൂച്ചെണ്ട് നൽകി മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും ആഘോഷിച്ചു. TCV ന്യൂസ്, തൃശൂർ. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ M. സുധീറിനെ തേടിയെത്തിയ സംസ്ഥാന സർക്കാരിന്റെ മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള ഈ വർഷത്തെ അവാർഡ് അർഹതയ്ക്കുള്ള അംഗീകാരമായി. കഴിഞ്ഞ 20 വർഷത്തെ അധ്യാപന ജീവിതത്തിനിടയിൽ സുധീർ മാസ്റ്റർ നൽകിയ സേവന മികവാണ് അവാർഡിന് പരിഗണിക്കപ്പെട്ടത്. പാലക്കാട് എലപ്പുള്ളി സ്വദേശിയായ M. സുധീർ ഭൂമിശാസ്ത്ര അധ്യാപകനായി ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2005 അധ്യാപക ജീവിതം തുടങ്ങിയത്. 2024 വരെ ഇതേ സ്കൂളിൽ തുടർന്നു. ഈ കാലഘട്ടത്തിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രോഗ്രാം ഓഫീസർ എന്ന നിലയിൽ ശ്രദ്ധേയമായ ഒട്ടേറെ വേറിട്ട പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ സുധീർ മാഷിന് കഴിഞ്ഞു. ഈ പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് നാഷണൽ സർവീസ് സ്കീമിന്റെ ജില്ലാ കൺവീനറായി നിയമിക്കപ്പെട്ടത്. 5 വർഷത്തോളം ജില്ലാ കൺവീനറായി സേവനമനുഷ്ഠിച്ചു. ഈ കാലയളവിൽ NSSന്റെ എംപാൽഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിസിറ്റിംഗ് ഫാക്കൽറ്റിയായും പ്രവർത്തിച്ചു. 2024 മാർച്ചിലാണ് കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പാളായി നിയമിതനായത്. 2007 ഞാൻ NSSന്റെ പ്രോഗ്രാം ഓഫീസറായിട്ട് ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഇരിങ്ങാലക്കുടയിൽ NSSന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അന്ന് മുതൽ സമൂഹമായിട്ടും കുട്ടികളുമായിട്ടുമുള്ള ഒരു നിരന്തരമായ ഇടപെടലാണ് ഈ അവാർഡ് വരെ എന്നെ എത്തിച്ചതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നാഷണൽ സർവീസ് സ്കീം എന്നുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നിരവധി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ അവാർഡ് എന്നെ പഠിപ്പിച്ച അധ്യാപകർക്കും എൻ്റെ വിദ്യാർത്ഥികൾക്കും എൻ്റെ കൂടെ നിൽക്കുന്ന ടീച്ചേഴ്സിനും ഈ സമൂഹത്തിനും എന്നോട് കൂടെ സഹകരിച്ച എല്ലാവർക്കുമായി ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുകയാണ്. സ്വദേശം പാലക്കാടാണെങ്കിലും ഇരിങ്ങാലക്കുടയിലാണ് വർഷങ്ങളായി താമസം. സ്മിതയാണ് ഭാര്യ. CA വിദ്യാർത്ഥി ഗായത്രി ഏകമകൾ. തൃപ്രയാറിൽ പാഴ്സൽ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു. മുരിയാത്തോട് കറപ്പം വീട്ടിൽ നിസാറിന്റെ ഭാര്യ 47 വയസ്സുള്ള കമറുന്നീസയാണ് മരിച്ചത്. തൃപ്രയാർ കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിൽ സബ് രജിസ്ട്രാർ ഓഫീസിന് മുൻപിലായിരുന്നു അപകടം. ഒരേ ദിശയിൽ നിന്ന് വന്നിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ കമറുന്നീസയെ ഉടൻ തന്നെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കേച്ചേരി മണലിയിൽ അപകടത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. കൈപ്പറമ്പ് സ്വദേശി 67 വയസ്സുള്ള വാസുവാണ് മരിച്ചത്. കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് പരിക്കു പറ്റിയതിനെ തുടർന്ന് കേച്ചേരി ആക്ട്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദേശീയപാത പെരിഞ്ഞനത്ത് ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ടാറിംഗ് മെഷീൻ കൊണ്ടുപോയിരുന്ന ട്രെയിലർ ലോറി ഇടിച്ച് കാർ യാത്രക്കാർക്ക് പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന ആലുവ സ്വദേശികളായ നബീൽ, ഭാര്യ നൂറിയ എന്നിവർക്കാണ് പരിക്ക്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ട്രെയിലർ ലോറിയുടെ വീതിയേക്കാൾ 4 അടിയോളം വലത്തോട്ടും ഇടത്തോട്ടും തള്ളി നിൽക്കുന്ന നിലയിലായിരുന്നു ടാറിംഗ് മെഷീൻ. ഇതാണ് അപകടത്തിനിടയാക്കിയതെന്ന് പറയുന്നു. പാലപ്പിള്ളി നടാംപാടത്ത് പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. നടാംപാടം വൈദ്യൻ വാപ്പുട്ടിയുടെ പശുക്കുട്ടിയെയാണ് പുലി പിടിച്ചത്. വനാതിർത്തിയോട് ചേർന്നുള്ള ജനവാസ മേഖലകളിൽ ഈയിടെ പലതവണയായി പുലി ഇറങ്ങുന്നത് ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പുലി ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടണമെന്ന് മലയോര കർഷക സമിതി ആവശ്യപ്പെട്ടു. ഇതിനിടെ തിങ്കളാഴ്ച പുലർച്ചെ കുണ്ടായി ചക്കിപ്പറമ്പ് പാടിക്കു സമീപം 2 ആനകൾ ഇറങ്ങി വാഴകളും നശിപ്പിച്ചു. വലിയകത്ത് കബീർ, കൊല്ലേരി കുഞ്ഞിപ്പ എന്നിവരുടെ വാഴകളാണ് നശിപ്പിച്ചത്.
കേരള ക്ഷേത്രവാദ്യകല അക്കാദമി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കുംനാഥൻ ശ്രീമൂലസ്ഥാനത്ത് ഓണപ്പഞ്ചവാദ്യം അരങ്ങേറി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രവാദ്യകല അക്കാദമി ജില്ലാ പ്രസിഡന്റ് ജയശങ്കർ രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കല്ലേറ്റുങ്കര ഹരിശങ്കർ, വടക്കുംനാഥൻ ക്ഷേത്രം മാനേജർ രാജീവ്, വടക്കുംനാഥൻ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ രാമൻ, അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ, പെരുവനം സതീശൻ മാരാർ, ഊരകം രാകേഷ് എന്നിവർ സംസാരിച്ചു. ശങ്കരപുരം പ്രകാശൻ മാരാരുടെ നേതൃത്വത്തിൽ 50-ൽ പരം കലാകാരന്മാർ പഞ്ചവാദ്യത്തിൽ അണിചേർന്നു. പുലാക്കോട് മാധവൻകുട്ടി, നെല്ലുവായി ശശി, കിഴക്കുംപാട്ടുകര കുട്ടൻ, തൃശൂർ രാധാകൃഷ്ണൻ എന്നിവർ പഞ്ചവാദ്യത്തിന് നേതൃത്വം നൽകി. ചാലക്കുടിയിൽ വൻ ചീട്ടുകളി സംഘം പിടിയിൽ 6 പേരെ അറസ്റ്റ് ചെയ്തു. പോട്ട നക്കര വീട്ടിൽ സന്തോഷ്, കാടുകുറ്റി പാലക്ക വീട്ടിൽ ജോർജ്, കോടശ്ശേരി വള്ളത്തുപറമ്പിൽ വീട്ടിൽ രവി, പോട്ട ചിറയത്ത് വീട്ടിൽ ആറ്റ്ലി, മുരിങ്ങൂർ മാളിയക്കൽ വീട്ടിൽ ജോസ്, പോട്ട പടമാടൻ വീട്ടിൽ വിൻസെന്റ് എന്നിവരെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 1,18,000 രൂപയും പിടിച്ചെടുത്തു. മദ്യം കൊടുക്കാത്തതിന് പെരിഞ്ഞനം കോവിലകം സ്വദേശിയെ ആക്രമിച്ച സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. കോവിലകം സ്വദേശി തോട്ടുങ്ങൽ വീട്ടിൽ സുജിത്തിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരിഞ്ഞനത്ത് തനിച്ചു താമസിച്ചിരുന്നയാളെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സ്വാമിത്തറ പള്ളി ആശാരി വീട്ടിൽ 68 വയസ്സുള്ള പ്രേം ദിനേശാണ് മരിച്ചത്. ഇരിങ്ങാലക്കുട കോടതിയിലെ റിട്ടയേർഡ് ജീവനക്കാരനാണ്. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഇദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായി ഓട്ടോ ഡ്രൈവർ വീട്ടിലെത്തിയപ്പോഴാണ് വീടിന് പുറത്തെ കസേരയിൽ ഇരിക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടത്. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അന്തർ സംസ്ഥാന ടാർ മോഷ്ടാവ് പഴയന്നൂർ പോലീസിന്റെ പിടിയിൽ. തമിഴ്നാട് സ്വദേശി ഷെയ്ഖ് മൊയ്തീനാണ് പിടിയിലായത്. തിരുവല്ലോമല മലേശമംഗലത്ത് സൂക്ഷിച്ചിരുന്ന 58 ബാരൽ ടാർ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. ടാർ കടത്താൻ ഉപയോഗിച്ച വാഹനങ്ങൾ അന്വേഷണ സംഘം തിരുനെൽവേലിയിൽ നിന്ന് കണ്ടെത്തി. പഴയന്നൂർ സബ് ഇൻസ്പെക്ടർമാരായ MV പൌലോസ്, ലിപ്സൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അടൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. പഴയന്നൂർ കല്ലംപറമ്പിൽ മകൻ അമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. വടക്കേപ്പറമ്പിൽ വിനോദ് എന്ന കൃഷ്ണകുമാറാണ് അമ്മ അംബികയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ അംബികയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൃഷ്ണകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9,945 രൂപ, പവന് 79,560 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. KSFE ഈ നാടിന്റെ ധൈര്യം. തൃശൂരിലെ ഓണാഘോഷത്തിന് പരിസമാപ്തി കുറിച്ച് നഗരത്തെ ആവേശലഹരിയിലാക്കി പുലിക്കളി അരങ്ങേറി. പുലിമട വിട്ട് നഗരത്തിലിറങ്ങിയ പുലിക്കൂട്ടങ്ങൾ നഗരം വിറപ്പിച്ചു. ദൃശ്യവിരുന്നൊരുക്കി നിശ്ചല ദൃശ്യങ്ങളും. ബീച്ചി പോലീസ് സ്റ്റേഷൻ മർദ്ദനം. SI ആയിരുന്ന PM രതീഷിനെ സസ്പെൻഡ് ചെയ്തേക്കും. ദക്ഷിണമേഖല IG കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 ടേം നിബന്ധന കർശനമായി പാലിക്കുമെന്ന് CPI. 2 തവണ MLA ആയവർക്ക് 3ാമത് അവസരം നൽകില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. K രാജന് മത്സരിക്കാൻ സാധിച്ചേക്കില്ല. സംസ്ഥാന സർക്കാരിന്റെ അധ്യാപക അവാർഡുകൾ പ്രഖ്യാപിച്ചു. തൃശൂരിന് മികച്ച നേട്ടം. തൃശൂർ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് സ്കൂളിലെ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ വിൻസി വർഗീസ്, കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ M സുധീർ എന്നിവർ അവാർഡിന് അർഹരായി. തൃപ്രയാറിൽ പാഴ്സൽ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. കുത്താമ്പുള്ളിയിൽ കാർ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പെരിഞ്ഞനത്ത് അപകടകരമായ രീതിയിൽ ടാറിംഗ് മെഷീൻ കൊണ്ടുപോയിരുന്ന ട്രെയിലർ ലോറിയിടിച്ച് കാർ യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്കേറ്റു.
പാലപ്പള്ളി നടാംപാടത്ത് പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. നടാംപാടൻ വൈദ്യൻ വാപ്പുട്ടിയുടെ പശുക്കുട്ടിയെയാണ് പുലി പിടിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.